ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ഇതുപോൽ സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ വേറാരിനി. 135 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 3 വരെയും 13 മുതൽ 21 വരെയും. യഹോവയെ സ്തുതിക്കുവിൻ, യഹോവയുടെ നാമത്തെ സ്തുതിക്കുവിൻ, യഹോവയുടെ ദാസന്മാരെ അവനെ സ്തുതിക്കുവിൻ. യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൻ പ്രാകാരങ്ങളിലും നിൽക്കുന്നവരെ യഹോവയെ സ്തുതിക്കുവിൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ നാമത്തിന് കീർത്തനം ചെയ്യുവിൻ, അത് മനോഹരമല്ലോ. യഹോവേ, നിന്റെ നാമം ശാശ്വതമായും യഹോവേ, നിന്റെ ജ്ഞാപകം തലമുറ തലമുറയായും ഇരിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യും, അവൻ തൻ്റെ ദാസന്മാരോട് സഹതപിക്കും. ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയുമാകുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയുടെ വായിൽ ശ്വാസവുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേൽ ഗൃഹമേ, യഹോവയെ വാഴ്ത്തുക. അഹരോന്റെ ഗൃഹമേ, യഹോവയെ വാഴ്ത്തുക. ലേവി ഗൃഹമേ, യഹോവയെ വാഴ്ത്തുക. യഹോവ ഭക്തന്മാരെ, യഹോവയെ വാഴ്ത്തുവിൻ. യെരുശലേമിൽ അധിവസിക്കുന്ന യഹോവ സിയോനിൽ നിന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവയെ സ്തുതിക്കുവിൻ. മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത കർത്തൃദിവസത്തിൽ ആത്മാവിലും സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും നിറഞ്ഞ സന്തോഷത്തോടുകൂടെ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം അനുവദിച്ച് നൽകിയ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ കഷ്ടാനുഭവ മരണത്തെ അനുസ്മരിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു വേദഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 17-18 വാക്യങ്ങൾ. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവിൻ്റെ ക്രൂശിലെ മരണം നമുക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്ത മരണമാണ് എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് ഏറെ സന്തോഷവും ആശ്വാസവും നൽകുന്ന വസ്തുതയാണ്. പാപത്തിലും അതിൻ്റെ ശാപശിക്ഷയിലും വീണുപോയ മനുഷ്യന് പാപമോചനവും വീണ്ടെടുപ്പും വിമോചനവും ആയിത്തീരുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണത്തിലൂടെ യാഥാർത്ഥ്യമാകുന്ന ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. ദൈവകൃപയാൽ നമുക്ക് ലഭ്യമായ രക്ഷയുടെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ വലിപ്പത്തെ സംബന്ധിച്ചും പൗലോസ്ലീഹ പറയുന്ന വാക്കുകൾ എബ്രായ ലേഖനം 2-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ എന്നാണല്ലോ നാം അവിടെ വായിക്കുന്നത്. വീണുപോയ ദൂതന്മാരെയും പുരാതന ലോകത്തെയും ദൈവജനമായ ഇസ്രയേലിനെയും സ്വന്തം പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെയും ആദരിക്കാതെ മനുഷ്യവർഗത്തെ ദൈവം ആദരിച്ചു എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. പ്രായശ്ചിത്ത മരണം വരിച്ച ദൈവപുത്രൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം
അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ഔന്നിത്യ സമ്പൂർണനായ ദൈവത്തെ ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ച നാം എത്രയോ അനുഗ്രഹീതരാണ്. ദൈവത്തിന് സ്തോത്രം. പാപത്തിന്റെ അടിമത്തത്തിലും മരണഭീതിയിലും കിടന്ന നമുക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യവും വീണ്ടെടുപ്പും നിത്യജീവനും കൃപയാലെ നൽകിയ ദൈവത്തിന് സർവാത്മന നമുക്ക് സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താം. ക്രിസ്തീയ ജീവിതയാത്രയിൽ ഏറെ പരിപാലനവും ധൈര്യവും പ്രത്യാശയുമൊക്കെ തന്ന് അനുനിമിഷം നമ്മെ മുമ്പോട്ട് നടത്തുന്ന അത്ഭുതകരമായ നടത്തിപ്പുകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രൂശ് മരണത്തിൽ സകലരാലും കൈവിടപ്പെട്ടവനായിട്ടാണ് ദൈവപുത്രനെ നാം കാണുന്നത്. എന്നാൽ വിശ്വാസിക്ക് സകല ആനുകൂല്യങ്ങളും ഒരുക്കി നൽകിയാണ് ദൈവപുത്രൻ നമ്മെ നടത്തുന്നത്. തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് ദൈവത്തിന് യുക്തമായിരുന്നു. നമുക്ക് ലഭ്യമായ രക്ഷ യുക്തിക്ക് അനുസാരമായതാണ്. അത് വിശ്വസിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും സകലർക്കും സാധ്യതമാകേണ്ടതാണ്. തിരുവെഴുത്ത് പറയുന്നത് പോലെ ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ക്രൂശിലെ മരണത്താൽ പ്രായശ്ചിത്തവും ദൈവപ്രസാദവും അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യവും നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടവരായി സ്വർഗീയ പൗരത്വവും പ്രാപിച്ചവരായ നമുക്ക് നമ്മുടെ വലിയ ഉത്തരവാദിത്തങ്ങളിൽ വ്യാപൃതരാകുവാൻ, അഥവാ ദൈവത്തെ ആരാധിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും ദൈവം നൽകിയ ഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തു തൻ്റെ പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച സകല ഉത്തരവാദിത്തങ്ങളും പൂർണ്ണമായി നിർവഹിക്കുകയുണ്ടായി. ഒന്നും ശേഷിപ്പിക്കാതെ സകലതും പൂർത്തിയാക്കി എന്ന് തന്നെയാണ് അവിടുത്തെ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവിടുത്തെ കഷ്ടാനുഭവങ്ങളെ വിശദമാക്കുന്ന സുവിശേഷങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗം ഇത്തരണത്തിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് ഏറ്റവും ആശ്വാസകരമാവും എന്ന് വിചാരിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണല്ലോ നാം വായിക്കുന്നത്. പടയാളികൾ അവനെ ആസ്ഥാനമായ മണ്ഡപത്തിന് അകത്ത് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം വിളിച്ചുകൂട്ടി അവനെ രക്താംബരം ധരിപ്പിച്ചു. മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവനെ ചൂടിച്ചു. യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് വന്ദിച്ചു. കോൽ കൊണ്ട് അവൻ്റെ തലയിൽ അടിച്ചു. അവനെ തുപ്പി മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു. അങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവർ രക്താംബരം നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് അവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി. ഈ വിധത്തിൽ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞ ദൈവപുത്രൻ മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോവുകയും തൻ്റെ ജനത്തിനു വേണ്ടി മഹാപുരോഹിതനായി ഇന്ന് സ്വർഗത്തിൽ വെളിപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. എത്രയും വേഗം തൻ്റെ ജനത്തെ തൻ്റെ സവിധത്തിലേക്ക് വിളിച്ചു ചേർത്ത് അവിടുത്തെ മനോഹരമായ നിത്യതയിൽ അവരെ പങ്കാളികളാക്കി തീർത്തും കൊണ്ട് ദൈവസ്നേഹം നിത്യത മുഴുവൻ പാടുവാൻ, പറയുവാൻ, ആരാധിപ്പാനായി ദൈവജനത്തിന് ദൈവം ഭാഗ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ സർവാത്മന ആ കർത്തൃപാദപീഠത്തിൽ നമുക്ക് ഭയഭക്തി ബഹുമാനത്തോടുകൂടെ സ്തുതിസ്തോത്ര യാഗങ്ങളോടുകൂടെ നന്ദിയോടുകൂടെ ഉപകാര സ്മരണയോടുകൂടെ എല്ലാ വിധത്തിലും അവിടുത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശോധനകൾ വരികിൽ മനം പതറാതാശ്രയിച്ചിടുവിൻ. ബലഹീനതയിൽ കവിയും കൃപമതിയെന്നാശ്വസിച്ചിടുവിൻ. വിരവിൽ വിനകൾ തീരും സകലവും ശുഭമാ. നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഒരു വിശുദ്ധ പാൽക്കാലം കൂടെ ദൈവം ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കെന്ന നിലയിൽ ഒരു വേദഭാവം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദാവീദ് പിന്നെയും സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്തൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ചെല്ലുക, യഹോവ നിന്നോട്
കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഈ 1 ശമൂവേൽ 17-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ നാം വായിച്ച വേദഭാവം ശൗൽ രാജാവിനോട് ദാവീദ് പറയുന്ന വേദഭാവമാണ്. നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ദാവീദ് അവിടെ കടന്നു വരുവാനായിട്ടുള്ള സാഹചര്യം എന്നുള്ളത് ഒരിക്കലും ദാവീദ് ഗോലിയാത്തുമായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ടല്ല ദാവീദ് അവിടെ കടന്നു വന്നത്. മറിച്ച് തൻ്റെ പിതാവ് ഇശായി തൻ്റെ സഹോദരന്മാർ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരുടെ ക്ഷേമം അന്വേഷിക്കാനും വേണ്ടിയാണ് ദാവീദിനെ ഇശായി അവിടെ പറഞ്ഞു വിടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അങ്ങനെ ദാവീദ് അവിടെ ചെല്ലുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരുടെ ക്ഷേമം അന്വേഷിച്ചതിന് ശേഷം ദാവീദ് കാണുന്ന കാഴ്ച എന്നുള്ളത് ആ മലനായ ഫിലിസ്തൻ ഇസ്രായേൽ മക്കളെ വിളിക്കുന്ന ആ കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ദാവീദ് അത് കാണുകയും അതിനനുസരിച്ച് ദാവീദ് ശൗൽ രാജാവിൻ്റെ അടുക്കൽ കടന്നു ചെല്ലുകയും ഞാൻ ഗോലിയാത്തുമായി യുദ്ധം ചെയ്യാമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. ഒരിക്കലും ദാവീദ് അവിടെ ചെല്ലുമ്പോൾ വിചാരിച്ചില്ല ഗോലിയാത്തുമായിട്ട് യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമെന്ന് ഒരിക്കലും ദാവീദ് വിചാരിച്ചില്ല. നമ്മോടുള്ള ബന്ധത്തിൽ നാമും പലപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ ജീവിതം സുഖകരമായ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്നായിരിക്കും അനർത്ഥങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരുന്നതെന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയും പെട്ടെന്നായിരുന്നു ദാവീദ് ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധം ഉണ്ടാവുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദാവീദിന് മുമ്പിൽ ആ വലിയ പ്രശ്നം, ആ മല്ലനായ ഗോലിയാത്ത് മുമ്പിൽ നിൽക്കുമ്പോൾ നാം ഈ വേദഭാഗം വായിക്കുമ്പോൾ ദാവീദ് ശൗലിനോട് പറയുന്ന 3 കാര്യങ്ങൾ നമുക്ക് ഈ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. തന്നെ പ്രചോദിപ്പിക്കുന്ന, ആ മല്ലനായ ഗോലിയാത്തുമായിട്ട് യുദ്ധം ചെയ്യുവാൻ ദാവീദിന് ശക്തി നൽകിയ 3 കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായി നാം അതിൻ്റെ ആരംഭ ഭാഗങ്ങളിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച് ഈ ഫിലിസ്തീന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഒന്നാമതായി ദാവീദിന് ധൈര്യമായി തീർന്ന എന്നുള്ളത് ദാവീദ് ദൈവത്തിന്റെ സംരക്ഷണം ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ ദാവീദ് ശൗലിന്റെ സന്നിധി വന്ന് പറയുന്ന കാര്യം എന്നുള്ളത്, ഒരിക്കൽ ഞാൻ ആടുകളെ മേയ്ക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു ദിവസം ഒരു കരടിയും ഒരു സിംഹവും കടന്നു വന്ന് എന്നെ ആക്രമിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ദൈവത്തിന്റെ സംരക്ഷണം ഞാൻ അനുഭവിക്കാൻ ഇടയായി തീർന്നു. ഞാൻ ആ കരടിയെയും സിംഹത്തിനെയും കൊന്ന് ആ ആട്ടിൻകുട്ടിയെ രക്ഷിക്കുന്നതായി ദാവീദ് ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് ശൗലിന്റെ മുമ്പിൽ കടന്നു പറയുകയാണ് ചെയ്യുന്നത്. ആ സംരക്ഷണം ദാവീദ് ഓർത്ത് ദാവീദിന് വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം എന്നുള്ളത്, എൻ്റെ ദൈവം എന്നെ ഈ ഫിലിസ്തീന്റെ കയ്യിൽ നിന്നും വിടിക്കും, ഞാൻ ഈ ഫിലിസ്തീന്റെ മേൽ ജയം പ്രാപിക്കുമെന്നുള്ളതാണ് ദാവീദിന്റെ വിശ്വാസം എന്നുള്ളത്. നാം അതിന് മുമ്പുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ ജ്യേഷ്ഠന്മാർ ദാവീദിനെ കളിയാക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ശൗൽ ദാവീദിനോട് പറയും, നീ ബാലനാണ്, മറിച്ച് ഫിലിസ്തീനായ ഗോലിയാത്ത് ഒരു മല്ലനായവനാണ്, നീ എങ്ങനെയാണ് ഫിലിസ്തീനുമായിട്ട് യുദ്ധം ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ആ രംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദാവീദിന് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഫിലിസ്തീനെ കൊല്ലുമെന്നുള്ളത്. അതിന് കാരണമായി തീർന്നത് തൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുത വിധങ്ങളെ ദാവീദ് ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ സംരക്ഷണം ദാവീദ് ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു. നാമും പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുമ്പോൾ നാമും ഓർക്കേണ്ട കാര്യം എന്നുള്ളത്, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ സംരക്ഷിച്ച വിധം, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എങ്ങനെയാണ് നമ്മെ നടത്തിയെന്നുള്ളത് നാം ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ ഒരുപക്ഷെ നമ്മെ പരിഹസിച്ച് നമ്മെ വേണ്ട എന്ന് പറഞ്ഞേക്കാം. എന്നാൽ അതിന്റെ മധ്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാട്ടെ. നാമും ദാവീദിന്റെ കൂട്ട് ആ പ്രകാരം ധൈര്യപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാട്ടെ. രണ്ടാമതായി ദാവീദ് ചെയ്യുന്ന കാര്യം എന്നുള്ളത്, നാം അവിടെ വായിക്കുന്നത്, ദാവീദ് പറയുകയാണ്, എന്നെ രക്ഷിച്ച യഹോവ ഈ ഫിലിസ്തീന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. നാം അതിനു മുമ്പുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നാം ഇങ്ങനെ ചിന്തിച്ചേക്കാം, ദാവീദ് സ്വന്തം കഴിവിലാണ് ആശ്രയിക്കുന്നത്, എൻ്റെ ശക്തിയാലാണ് ഞാൻ സിംഹത്തെയും കരടിയെയും കൊന്നതെന്ന് ദാവീദ് സ്വന്തം പ്രയത്നത്താലാണ് പറയുന്നതെന്ന് നമുക്ക് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. അവിടെ അനേക പ്രാവശ്യം ഞാൻ എന്ന വാക്ക് ആവർത്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ നാം അതിന്റെ 37-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ ദാവീദ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, എന്നെ രക്ഷിച്ച യഹോവ. അവിടെ ദാവീദ് ദൈവത്തിന് സകല മഹത്വവും കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ ശക്തിയാലല്ല, എൻ്റെ ബലത്താലല്ല, മറിച്ച് ദൈവമാണ് എന്നെ ആ കരടിയുടെ കയ്യിൽ നിന്നും ആ സിംഹത്തിന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചതെന്ന് ദാവീദ് പറയുകയാണ് ചെയ്യുന്നത്. താൻ ദൈവത്തിന്റെ തന്നെ താഴ്ത്തി വിനയപ്പെട്ട് ദൈവത്തിന് സകല മഹത്വം കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ദാവീദ് തീരെ ബാലനാണ്, എന്നാൽ ദാവീദ് പറയുകയാണ്, എൻ്റെ ശക്തിയല്ല, മറിച്ച് ദൈവത്തിന്റെ ശക്തി. നാമും
ഓർക്കേണ്ട കാര്യം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ, ദൈവം നമ്മെ സംരക്ഷിക്കുമ്പോൾ നാം ഓർക്കേണ്ട കാര്യം എന്നുള്ളത് അതൊരിക്കലും നമ്മുടെ ശക്തിയാലോ നമ്മുടെ പ്രയത്നത്താലോ നമ്മുടെ ജ്ഞാനത്താലോ അല്ല, മറിച്ച് ദൈവത്താലാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി വിനയപ്പെട്ട് ദൈവത്തിന് സകല മഹത്വവും കൊടുക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാട്ടെ. ദാവീദും അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. മൂന്നാമതായി നാം വായിക്കുന്ന അതിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: ശൗൽ ദാവീദിനോട്, ചെല്ലുക, യഹോവ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. മൂന്നാമതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ദാവീദ് ശൗലിനെ ശക്തിപ്പെടുത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നാം ഒന്ന് ഓർക്കുകയാണെങ്കിൽ ശൗലിന്റെ അവസ്ഥ എന്നുള്ളത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. ഒരു രാജ്യത്തിന്റെ രാജാവ് എന്ന നിലയിൽ പരിതാപകരമായ ഒരു അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. തനിക്ക് സ്വയമായി ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. ഒരു ഭാഗത്ത് ഈ ഫെലിസ്തീനായ ഗോലിയാത്ത് ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ തോൽപ്പിക്കുവാനായിട്ട് കഴിയുമെന്ന് വെല്ലുവിളിക്കുന്ന ഒരവസ്ഥ. തന്റെ മന്ത്രിമാർക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല, തന്റെ സേനാധിപതിമാർക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല, തന്റെ പടയാളികൾക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. അങ്ങനെ ഏറ്റവും താഴ്ന്ന ഒരവസ്ഥയിൽ, വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് ശൗൽ എന്നുള്ളത്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് ദാവീദ് തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ വിവരിച്ച് പറഞ്ഞപ്പോൾ, തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികൾ വിവരിച്ച് പറഞ്ഞപ്പോൾ ശൗല് ധൈര്യപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അത്ര നേരം നിരാശയിൽ നിന്നിരുന്ന ശൗല് ദാവീദിനോട് പറയുന്ന വാക്കെന്നുള്ളത് ചെല്ലുക, ശൗൽ ദാവീദിനോട് ചെല്ലുക, യഹോവ നിന്നോട് കൂടെ ഇരിക്കുന്നുള്ളു. അവിടെ ശൗലിന് ലഭിച്ച ആ ആശ്വാസം, ശൗലിന് ലഭിച്ച ആ ധൈര്യം നമുക്ക് ആ വാക്കുകളിലൂടെ കാണുവാനായിട്ട് സാധിക്കും. നാമും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതുപോലെ അനേക പേരെ കാണാനായിട്ട് കഴിയും. നമ്മുടെ സഭകളിൽ, നമ്മുടെ ചുറ്റുപാടും അനേക ആൾക്കാർ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കൂടെ അല്ലെങ്കിൽ മാനസികമായി തളർന്നിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളത് അവരെ ധൈര്യപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ അവരോട് വിവരിച്ച് പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ, നമ്മെ സംരക്ഷിച്ച വിധങ്ങൾ അവരോട് പറയുമ്പോൾ അവർക്ക് ധൈര്യം പകരുവാനായിട്ട് ഇടയായിത്തീരും. അവർ ബലപ്പെടും, അവർ മാനസികമായി ധൈര്യപ്പെടുവാൻ ഇടയായിത്തീരും. അത് തന്നെയാണ് ദാവീദോട് ചെയ്യുന്നത്. താൻ തീരെ ഒരു ബാലനായിരുന്നെങ്കിലും ഇസ്രായേലിന്റെ രാജാവിനെ താൻ ധൈര്യപ്പെടുത്തുവാൻ ഇടയായി തീരുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാമും ബുദ്ധിമുട്ടിക്കൂടി കടന്നു പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ അവർ അങ്ങനെ പോകട്ടെ എന്ന് പറയാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ അവരോട് പറയുകയാണെങ്കിൽ അവർക്കും ധൈര്യവും ദൈവത്തിൽ കൂടുതലായി അടുക്കുവാനായിട്ടും ഇടയായിത്തീരും. ആ 3 കാര്യങ്ങളാണ് ദാവീദോടെ ചെയ്യുന്നത്. തന്റെ ജീവിതത്തിൽ ഫെലിസ്തീൻ എന്ന ആ വലിയ മല്ലനുമായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് കടന്നു പോകുമ്പോൾ ദാവീദ് ചെയ്ത 3 കാര്യങ്ങൾ. ഒന്ന്, തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർക്കുവാൻ, ദൈവത്തിന്റെ സംരക്ഷണത്തെ ഓർത്ത് ദൈവത്തിൽ അധികമായി ആശ്രയിച്ച് താൻ മുമ്പോട്ട് പോകാൻ ഇടയായിത്തീർന്നു. മാത്രമല്ല ദൈവത്തിന്റെ സകല മഹത്വം കൊടുക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാമും പ്രതിസന്ധി കൂടെ കടന്നു പോകുമ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാട്ടെ. ദൈവം നമ്മെ വാഴ്ത്തപ്പെടുമാറാട്ടെ.